ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് ഷെഫ് ഇൻ മൈൻ ഫ്രം RTM. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായി ബുള്ളറ്റ് ഉള്ളവരും ബുള്ളറ്റ് ഓടിക്കുന്നവരും ലോങ് റൈഡ് ബുള്ളറ്റ് പോകുന്നവരായിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സുകളുണ്ട്. ഇവരെല്ലാം പറയുന്നൊരു പരാതി ബുള്ളറ്റിൻ്റെ വൈബ്രേഷൻ പ്രോബ്ലമാണ്. അത് വൈബ്രേഷൻ ഭയങ്കരമായിട്ട് ബുള്ളറ്റിനുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ കേട്ടപ്പോൾ എനിക്ക് തോന്നിയോ ഈ ഒരു വീഡിയോ ഇതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ബുള്ളറ്റ് ഓടിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് 350 വേർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കും നേരത്തെ ഈ വൈബ്രേഷൻ പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് ഞാനെങ്ങനെയാണ് റെഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഏകദേശം 90% ഇല്ലാതാക്കിയത് എങ്ങനെയാണെന്നുള്ള വിവരം എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ബുള്ളറ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക്, അതായത് നോർമലി ഒരു 50-60 റേഞ്ചിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ ഓടിക്കുമ്പോഴും ലോങ് റൈഡ് ഓടിക്കുമ്പോഴാണെങ്കിൽ കൂടി ഏത് കണ്ടീഷനിൽ പോയാലും ഒരു 60 എത്തുമ്പോൾ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ, അതായത് ഹാൻഡിൽ ബാറിൽ നിന്ന് വൈബ്രേഷൻ നമ്മുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേഷൻ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ബോഡി പെയിന്, ഒരു തളർച്ച, ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കണ്ടീഷനിലാണ് ഞങ്ങൾ റാംബോ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ആശാനുണ്ട്. പുള്ളി ഏകദേശം ഒരു 60-65 വയസ്സുണ്ട് ആൾക്ക്. പക്ഷേ പുള്ളി ഇപ്പോഴും ബുള്ളറ്റ് ഓടിക്കുന്നൊരു വ്യക്തിയാണ്. അതായത് ഏകദേശം പുള്ളി ഒരു 40 വർഷത്തോളമായി പുള്ളി ബുള്ളറ്റ് ഓടിക്കുന്ന വ്യക്തി. അതായത് പുള്ളിയുടെ ചെറുപ്പകാലം തൊട്ടേ പുള്ളി ബുള്ളറ്റ് ഓടിക്കുന്നതാണ്. അതായത് പുള്ളിയുടെ വീട്ടിൽ ഫാദറിൻ്റെ ഫാദറിനൊക്കെ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുള്ളി ഓടിച്ച് അതിനുശേഷം സ്വന്തമായിട്ട് ബുള്ളറ്റ് എടുത്ത് ചെറിയ ചെറിയ ട്രിപ്പുകൾ ഇപ്പോഴും നടത്തുന്നത്. അതായത് ഇപ്പോൾ പുള്ളി റിട്ടയർഡായി. അപ്പോൾ പുള്ളി റിട്ടയർഡായതിനു ശേഷം കിട്ടിയ കാശ് കൊണ്ട് പുള്ളി കുഴപ്പമില്ലാത്ത റൈഡിങ് നടത്തുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് കുറേയൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ പുള്ളിയുടെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളി നമുക്ക് പറഞ്ഞ കുറേ ചെറിയ ടിപ്സാണ്. അതായത് വലിയ പൈസ ചിലവൊന്നുമില്ല. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ വൈബ്രേഷൻ കുറയ്ക്കാമെന്നാണ് പുള്ളി നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആദ്യമൊക്കെ പുള്ളി പറഞ്ഞ ടെക്നിക്സൊക്കെ കേട്ടപ്പോൾ ഞാനോർത്ത് ഇത് നടപ്പിലാണ്, കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ നോർമലി വൈബ്രേഷൻ റിഡക്ഷൻ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനും ഇതുപോലെ സെർച്ചൊക്കെ നേരത്തെ സെർച്ച് ചെയ്യുമായിരുന്നു. അത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് എങ്ങനെ വൈബ്രേഷൻ കുറയ്ക്കാം. അപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ അവരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന വൈബ്രേഷൻ റിഡക്ഷൻ പ്ലേറ്റ് ഉണ്ട്, അത് മേടിക്കാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തപ്പി വിലയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം 3,000-4,000 രൂപയുടെ അടുത്താണ് വില. ഇത് വൈബ്രേഷൻ റിഡക്ഷൻ പ്ലേറ്റ് നമ്മളത് മേടിച്ചിട്ട് അത് ഏതെങ്കിലും സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ നമ്മുടെ എൻജിൻ അസംബിൾ ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഉള്ളിൽ അസംബിൾ ചെയ്ത് തരും. അത് ജസ്റ്റ് ഒരു പ്ലേറ്റാണ്. നമ്മൾ നോർമൽ ഒരു കർവ് പോലെ, ചെറിയൊരു കർവ് വലിക്കുന്ന നട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടൊരു പ്ലേറ്റാണ്. അത് നമ്മുടെ എൻജിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അത് അവിടെ സ്ക്രൂ ചെയ്യുന്ന അത്രേ ഉള്ളൂ, വേറെ. അപ്പോൾ അത് റിഡക്ഷൻ കുറയ്ക്കുമെന്നാണ് അവർ പറയുന്നത്. അതും ഫുള്ളായിട്ട് കുറയ്ക്കുമെന്ന് അവർ പറയുന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ നോക്കി ഇത്രയും പൈസ കൊടുത്ത് ഇതൊക്കെ മേടിച്ച് വെക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡൗട്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്ന കണ്ടീഷനിലാണ് ഞാൻ നമ്മുടെ ആശാനായിട്ട് ഇങ്ങനെ. അപ്പോൾ പുള്ളി കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാനത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-2.5 മാസത്തോളം പുള്ളി പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുള്ളൂ. അത് ഞാൻ കൃത്യമായി ഫോളോ ചെയ്തു. കാരണം നമുക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നോർമൽ നമ്മൾ സാധാ ബൈക്ക് ഓടിച്ചിട്ട് പെട്ടെന്ന് എൻഫീൽഡ് ഓടിക്കാൻ കയറുമ്പോൾ നമുക്ക് കാരണം എൻഫീൽഡ് എന്ന് പറയുന്നത് തന്നെ ഒരു റേസ് ബൈക്ക് കാറ്റഗറി പെടുന്നതല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതിൽ തന്നെ നമ്മൾ ഓടിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ പുള്ളി പറഞ്ഞ കുറേ ടിപ്സൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ആദ്യം ചെറിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഒരു പാറ്റേണിൽ അങ്ങ് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ അത് നമ്മൾ സ്ഥിരം നമ്മൾ ആ പാറ്റേണിൽ അങ്ങ് ഫോളോ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്ക് ഗുണമുണ്ടായെന്ന് വെച്ചാൽ, എനിക്ക് നേരത്തെ ഉണ്ടായ വൈബ്രേഷൻ, അതായത് ഞാനൊരു 50-60 തൊട്ട് അതിൻ്റെ വൈബ്രേഷൻ ഭയങ്കരമായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏകദേശം 300 കിലോമീറ്റർ റൈഡ് പോയ സമയത്ത് ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക്, കാരണം ഞാനത് 70 വരെ കയറിയിട്ടും എനിക്ക് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് വൈബ്രേഷൻ ചെറുതായിട്ട്, നമ്മൾ നോർമൽ ബൈക്ക് പോകുമ്പോൾ ഉള്ള വൈബ്രേഷൻ എങ്ങനെയാണോ ആ വൈബ്രേഷനെ എനിക്ക് ഫീൽ ചെയ്തോളൂ. കാരണം ഇതിന് മുന്നേ എനിക്ക് 50-60 ഉണ്ടായിരുന്ന വൈബ്രേഷൻ സ്റ്റാർട്ടിങ് എനിക്ക് 80 കഴിഞ്ഞിട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ.
അതുമല്ല എനിക്ക് മൈലേജ് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടായി. അതായത് നേരത്തെ എനിക്ക് സിറ്റിയിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഏകദേശം ഒരു 30-33, കമ്പനി പറയുന്നത് 37-38 ആണെങ്കിലും എനിക്ക് സിറ്റിയിൽ കിട്ടിക്കൊണ്ടിരുന്നത് 30-33. പിന്നെ ഈ ലോങ് റൈഡ്, അതായത് നമ്മൾ നോർമൽ ഹൈവേ അങ്ങനെയുള്ള കാര്യങ്ങൾ ലോങ് റൈഡിൽ പോകുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 38 ആയിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ആ ചെറിയ കുറേ ടിപ്സൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ടിപ്സ് എന്നല്ല, നമ്മൾ ബൈക്കിനെ കെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ടിപ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ നമ്മുടെ ഒരു അവയവത്തെ കെയർ ചെയ്യുന്ന പോലെ നമ്മൾ ബൈക്കിനെ കെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഇപ്പോൾ 43 എനിക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് സിറ്റിയിൽ എനിക്ക് കിട്ടുന്നത് 38 കിട്ടുന്നുണ്ട്, സിറ്റിയിൽ തന്നെ 38 മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ലോങ് റൈഡ് പോകുമ്പോൾ 43, അത് 46 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ, ആ ചെറിയ കാര്യങ്ങൾ, ആ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. മെയിനായിട്ട് നമ്മൾ ടയർ പ്രഷർ, എല്ലാവരും അത് കെയർ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, എന്നാലും മെയിനായിട്ട് ടയർ പ്രഷർ നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്ത് അത് കൃത്യമായി ഫോളോ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ കമ്പനി പറയുന്നത് സോളോ റൈഡേഴ്സ് ആണെങ്കിൽ 30, പിന്നെ ഏകദേശം 20, അതായത് ഫ്രണ്ട് ടയർ 20 ബാക്ക് ടയർ 30 എന്നുള്ള രീതിയിലാണ്, ഏകദേശം ആ റേഞ്ചിലാണ് പറയുന്നത്. പിന്നെ നമ്മൾ ബാക്കിൽ ഒരാളെ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ 32, അതായത് ഫ്രണ്ട് ടയർ 22, ബാക്ക് ടയർ 32. ഇതാണ് ടയർ പ്രഷർ കമ്പനി പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓർക്കും നോർമലി നമ്മുടെ സാധാരണ ബൈക്കുകൾക്ക് 36, 28 അടിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇത്രയും വെയിറ്റ് ഉള്ള ഈ ബൈക്കിന് എന്തിനാണ് ഇങ്ങനെ കുറച്ചടിക്കുന്നതെന്ന്. കാരണം മെയിനായിട്ട് ഇത്രയും കൃത്യമായി പ്രഷർ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ബുള്ളറ്റ് പോകേണ്ടത്. കാരണം ബുള്ളറ്റ് നോർമൽ ബൈക്കിനെക്കാട്ടി അപേക്ഷിച്ച് വെയിറ്റ് വളരെ കൂടുതലാണ്, ഏകദേശം 190 കിലോയുടെ മേളിലാണ് ബുള്ളറ്റിൻ്റെ വെയിറ്റ്. അപ്പോൾ ബുള്ളറ്റ് നമ്മൾ ഫുൾ ടയർ എയർ നിറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോട്ടിലൂടെ പോകുന്നത് ഒരു എന്ത് പറയുക, ഭയങ്കര, അതായത് സ്പീഡ് കയറി പോയി കഴിഞ്ഞ് കഴിയുമ്പം നന്നായി വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബുള്ളറ്റ് പോകേണ്ടത് ഒരു വേവ് പോലെ, അതായത് ഒരു ഓളം തള്ളിപ്പോകുന്നത് പോലെ പോയാൽ മാത്രമേ വൈബ്രേഷൻ ഉണ്ടാകാതിരിക്കൂ. ആ ഒരു കാരണം കൊണ്ടാണ് ടയറിൽ പ്രഷർ 32, 22 മതി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് കാര്യം. അതായത് ടയർ പ്രഷർ 32, 22 മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ നോർമലി പെട്രോൾ അടിക്കാൻ കയറുമ്പോൾ പമ്പിൽ നിന്ന് നമ്മൾ എയർ ചെക്ക് ചെയ്ത് നമുക്ക് അടിക്കാവുന്നതാണ്. അതിൽ വേറെ ചിലവോ മുടക്കോ അങ്ങനെയൊന്നും കാര്യം, ഇതൊന്നും വലിയ മുടക്കില്ലാത്ത കാര്യമാണ്. നമുക്ക് മന്ത്ലി ഒരു 2 വട്ടോ അല്ലെങ്കിൽ 3 വട്ടോ ഒന്ന് ചെക്ക് ചെയ്യുക. നോർമൽ റൈഡിൽ ചെക്ക് ചെയ്ത് മന്ത്ലി 1 വട്ടം ചെക്ക് ചെയ്താലും. എന്നാൽ നമ്മൾ ലോങ് റൈഡൊക്കെ പോയിട്ട് വരുമോ, അങ്ങനെ ലോങ് റൈഡ് പോകുന്ന വണ്ടിയോ ആണെങ്കിൽ ഒരു 2 വട്ടോ 3 വട്ടോ ഒന്ന് എയർ പ്രഷർ ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ ഹൈ റേഞ്ച് മേഖല അങ്ങനെയുള്ള റോഡുകളിലേക്ക് പോകുമ്പോൾ എയർ പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു 2-3 വട്ടം അങ്ങനെയുള്ള രീതിയിൽ യാത്ര പോകുമ്പോൾ ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ 1 വട്ടം മാക്സിമം മതി, മന്ത്ലി, അല്ലെങ്കിൽ 2 വട്ടം. അടുത്തത് രണ്ടാമത്തെ മെയിൻ കാര്യം, ഗിയർ ഷിഫ്റ്റിംഗ്. നമ്മൾ നോർമലി ഈ ബൈക്ക് ഓടിക്കുന്ന പോലെ ഗിയർ സ്പീഡായിട്ട് തട്ടരുത്. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം കമ്പനിയുടെ ബുള്ളറ്റിൻ്റെ മാനുവലിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ബുള്ളറ്റിൻ്റെ ഗിയർ ഷിഫ്റ്റിങ് ഫസ്റ്റ് ഓരോ സർവീസിനനുസരിച്ച് അവർ ബുള്ളറ്റിനെ പ്രാപ്തമാക്കാൻ വേണ്ടി ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഓരോ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സർവീസുള്ള ടൈമിലാണെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ഇത്ര തൊട്ട് ഇത്ര വരെ എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് സർവീസിൻ്റെ ടൈമിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു തേർഡ് സർവീസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമൽ രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിലേക്ക് നമുക്ക് പോകാം. അതായത് 20 to 25 കിലോമീറ്റർ സ്പീഡിലേക്ക് കവർ ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയർ തട്ടുക, 30 to 35 ഇടയ്ക്ക് തേർഡ് ഗിയർ തട്ടുക, 40 to 45 ഇടയ്ക്ക് ഫോർത്ത് ഗിയർ തട്ടുക, 50 to 55 ഇടയ്ക്ക് ഫിഫ്ത്ത് ഗിയർ തട്ടുക. ഇതാണ് കൃത്യമായിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് പാറ്റേൺ. കാരണം നമ്മുടെ സ്പീഡ് കൃത്യമായി കയറി വരുന്നതിനോടൊപ്പം ഓരോ ഗിയറിലേക്കും ആ സ്പീഡിനെ ട്രാൻസ്ഫോം ചെയ്ത് പോയാലാണ് നമുക്ക് വൈബ്രേഷൻ ഇല്ലാതെ കൃത്യമായി ഓടിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് നേരത്തെ നമ്മൾ നോർമൽ ബൈക്കിൽ തട്ടുന്ന പോലെ സ്പീഡിൽ തട്ടും. ഞാൻ ഏകദേശം ഒരു 40 കിലോമീറ്റർ സ്പീഡിലെത്തുമ്പോൾ ഏകദേശം ഫിഫ്ത്ത് ഗിയറൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ഗിയറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ ഗിയറിൽ സ്പീഡ് കയറുമ്പോൾ നോർമലി ഇതിൻ്റെ പുറകിലൊരു തിയറിയൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിലെന്ന് വെച്ചാൽ അതായത് കുറഞ്ഞ ഗിയറിൽ കൂടുതൽ സ്പീഡിലേക്ക്
പോകാനുള്ള ടെൻഡൻസി വരുമ്പോൾ നോർമലി കാരണം അത് ആ ഗിയറിന് കാരണം അത്ര സ്പീഡിലേക്ക് ഇതിനെ കൊണ്ടുപോകാനുള്ള ശേഷിയില്ല. നോർമൽ കണ്ടീഷനിൽ അങ്ങനെ ശേഷിയില്ല. കുറഞ്ഞ ഗിയറിൽ കൂടുതൽ സ്പീഡിലേക്ക് പോകേണ്ട ഒരു ടെൻഡൻസി വരുമ്പോൾ നോർമലി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതായത് ഓരോ ഗിയറിനും ഒരു സ്പീഡ് വരെ കൊണ്ടുപോകാനുള്ള ഒരു ശേഷിയേ നോർമലി ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഗിയറിന് ഇത്ര സ്പീഡ് വരെ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഓവർലോഡാണ്. അപ്പം സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ അതിന് ഓരോന്നിനും ഓരോ സ്പീഡ് ലിമിറ്റേഷൻ ഉണ്ട്. ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് നമ്മൾ ആ സ്പീഡ് കൺട്രോൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 to 55 മേളിൽ വെച്ചിട്ട് നമ്മൾ ഫിഫ്ത്ത് ഗിയറിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് 80 വരെ വൈബ്രേഷൻ ഇല്ലാതെ പോകാൻ പറ്റിയത് ഈ ഒരു ഗിയർ ഷിഫ്റ്റ് പാറ്റേൺ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടാണ്. നേരത്തെ കണ്ടീഷനിൽ ഞാൻ 40 ഫിഫ്ത്ത് ഗിയർ ചേഞ്ച് ചെയ്തിട്ട് ഏകദേശം ഈ പറഞ്ഞ രീതിയിൽ 50, 60, 65 ഒക്കെ എടുത്തുമ്പോൾ ഭയങ്കരമായിട്ട് വൈബ്രേഷനായിട്ട് നമുക്ക്, അതായത് സ്ഥിരം എല്ലാവരും പറയുന്ന പോലെ സൈഡും മിറർ നമുക്ക് ബാക്കിലുള്ള വണ്ടിയെ കാണാൻ പറ്റാത്തത്ര ഒരു വൈബ്രേഷൻ ആയിരുന്നു. ഇപ്പം ആ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം കൃത്യമായുള്ള ഒരു ഗിയർ ഷിഫ്റ്റ് പാറ്റേൺ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈബ്രേഷൻ നേരത്തെ ഉള്ളതിനെക്കാട്ടും ഏകദേശം ഒരു 70 to 80% കുറയ്ക്കാം. പിന്നെ വേറൊരു ഗുണവും കൂടെ ഉണ്ട്. ഗിയർ ഷിഫ്റ്റ് കൃത്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ലൈഫ് കൂടും, മൈലേജ് കൂടും. ഇതാണ് രണ്ടാമത്തെ കാര്യം, അതായത് ഗിയർ ഷിഫ്റ്റ് കൃത്യമാക്കുക. ഇനി അടുത്തത് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ആദ്യം കൂടുതലായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ഓവറായിട്ട് വൈബ്രേഷൻ കുറയ്ക്കുന്നതിന് എഫക്റ്റ് ചെയ്തില്ലെങ്കിൽ കൂടി മൈന്യൂട്ടായിട്ടെങ്കിലും അതിനൊരു കാരണമാണ്. കാരണം എന്ന് വെച്ചാൽ ക്രാഷ് ഗാർഡ്. നമ്മൾ ക്രാഷ് ഗാർഡ് വണ്ടി എടുക്കുമ്പോൾ തന്നെ പിടിപ്പിക്കുന്നതാണ്. പക്ഷെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഏകദേശം 1,30,000 അല്ലെങ്കിൽ 1,60,000 ഒക്കെ കൊടുത്തെടുക്കുന്ന വണ്ടിയാണ്. നമ്മൾ ആ വണ്ടി എടുക്കുമ്പോൾ നമ്മളൊരു 1,500 രൂപയുടെ അല്ലെങ്കിൽ മാക്സിമം പോയ 2,000 രൂപയുടെ ഒരു ക്രാഷ് ഗാർഡ് വെക്കാനേ നമ്മൾ നോക്കുകയുള്ളൂ. അതായത് വേണ്ട, നിങ്ങൾ കമ്പനിയിൽ വെക്കേണ്ട, ഞങ്ങൾ പുറത്തുകൊണ്ടൊന്ന് വെച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പുറത്ത് വന്ന് ഏതെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പ് ക്രാഷ് ഗാർഡ് മേടിച്ചു വയ്ക്കുക. അതിന് 1,500, 2,000. ശരിക്കും പറഞ്ഞാൽ അതിന് 750 രൂപയുടെ ക്രാഷ് ഗാർഡാണ് നമ്മൾ ഈ 1,500 രൂപയ്ക്കും 2,000 രൂപയ്ക്കും മേടിച്ചു വെക്കുന്നത്. ഈ 1,50,000 രൂപയ്ക്ക് 1,60,000 അല്ലെങ്കിൽ 2 രൂപയ്ക്കോ മേടിക്കുന്ന ഒരു വണ്ടിക്ക് 1,000 രൂപ കൂടുതൽ കൊടുത്ത് നമുക്കൊരു 3,000 രൂപയ്ക്ക് ഒരു ക്രാഷ് ഗാർഡ്, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്രാഷ് ഗാർഡ് മേടിച്ച് വെക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നോർമലി ബാക്കിയുള്ള ക്രാഷ് ഗാർഡുകൾ നോർമൽ ഹിറ്റിംഗ് ഒക്കെ താങ്ങുമെങ്കിലും ഇപ്പം ഭയങ്കരമായിട്ടുള്ളൊരു പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റിങ്ങോ എന്തെങ്കിലും ഉണ്ടായ വണ്ടി മറയുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ക്രാഷ് ഗാർഡ് ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്രാഷ് ഗാർഡ് ആണെങ്കിൽ അത് നിലത്ത് വീണാൽ തന്നെ ഒടിയില്ല. കാരണം അവർ 6 മാസം, അതായത് എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ഉണ്ടായാൽ തന്നെ മാറ്റിത്തരാമെന്നുള്ളൊരു 6 മാസം വാറണ്ടി കൂടി അതിന് തരുന്നുണ്ട്. ഞാൻ വെച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്രാഷ് ഗാർഡാണ്. ആ ക്രാഷ് ഗാർഡിനും പൊതുവെ ബാക്കിയുള്ള ക്രാഷ് ഗാർഡിനെക്കാട്ടി നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ വണ്ടിക്ക് കുറച്ചും കൂടി ഒരു വെയിറ്റ് ഫ്രണ്ടിൽ കൊടുക്കുക ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ കുറച്ച് അതിലേക്കും ട്രാൻസ്ഫോം ആയി പോകും. പിന്നെ ആ ക്രാഷ് ഗാർഡ് ഒടിയില്ല എന്ന് ഞാൻ പറയുന്നത് കാരണം ഞാൻ ഫ്രണ്ടിൽ എക്സ്ട്രാ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ക്രാഷ് ഗാർഡിൽ ഹോൾ ഇട്ടപ്പോൾ ഡ്രില്ല് ചെയ്ത് ഡ്രിൽ ബിറ്റ് അവർ യൂസ് ചെയ്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡ്രിൽ ബിറ്റ് ആണെങ്കിൽ കൂടി തന്നെ ഏകദേശം 1 hour എടുത്തു ഈ രണ്ടിടത്ത് 2 ഹോൾ ഇടാൻ. കാരണം അവർ തന്നെ പറയുകയും ചെയ്തു, നിങ്ങൾ സ്റ്റീലിൻ്റെ ഇത് ഭയങ്കര ബലമുള്ളതാണ്, നോർമൽ കണ്ടീഷനിൽ കൊണ്ടുവരുന്നത് പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് ഡ്രില്ലായി കയറി പോകും, ഇത് എന്ത് ചെയ്താൽ കയറുന്നില്ല എന്നൊക്കെ അവർ എന്നോട് പറയുന്നുണ്ടായി. അപ്പോൾ അത്രയ്ക്കും ബലമുള്ളൊരു ക്രാഷ് ഗാർഡാണ്. നോർമൽ കണ്ടീഷനിൽ ഇപ്പോൾ സർവീസ് സെൻ്ററിൽ നിന്ന് കൊടുക്കുന്നതാണെങ്കിൽ അത് ഏകദേശം 3,000 രൂപ വിലയുള്ളൂ. പക്ഷേ എന്നാൽ നമ്മൾ നോർമൽ വാങ്ങിക്കുന്ന ലോക്കൽ ക്രാഷ് ഗാർഡിന് 1,500 രൂപ കൊടുത്ത് മേടിക്കുക, 2,000 രൂപ കൊടുത്ത് മേടിക്കുന്ന 1,000 രൂപ കൊടുത്ത് ഇത് മേടിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് വളരെ സേഫ്റ്റിയാണ്. പിന്നെ വൈബ്രേഷൻ മൈന്യൂട്ടായിട്ടെങ്കിലും കുറയ്ക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. പിന്നെ ഉള്ളത് നമ്മൾ എല്ലാവരും ചെയ്യില്ലെങ്കിലും ചിലർ ചെയ്യുന്നൊരു കാര്യമാണ്, വണ്ടി എടുത്തു കഴിഞ്ഞ് അതിൻ്റെ മെയിൻ മിററുണ്ട്, 2 മിറർ, ഈ 2 മിറർ റിമൂവ് ചെയ്യും. എന്നിട്ട് സൈഡിൽ വേറെ എക്സ്ട്രാ മിറർ മേടിച്ച് ഫിറ്റ് ചെയ്യും. ശരിക്കും എക്സ്ട്രാ മിറർ മേടിച്ച് ഫിറ്റ് ചെയ്ത് റിമൂവ് ചെയ്താൽ ചിലപ്പോൾ ലുക്ക് ഉണ്ടായിരിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്താണെന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി നോർമലി ഓണാക്കി ഇടുക, കിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ന്യൂട്രൽ ഓണാക്കി ഇട്ട് നോക്കുക. അപ്പോൾ വണ്ടി ഐഡിയൽ കണ്ടീഷനിൽ കിടന്ന് കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫ്രണ്ടിലെ
ഷോക്ക് അബ്സർ, ടയർ, പിന്നെ ഫ്രണ്ടിലെ ഭാഗങ്ങൾക്ക് ഫുള്ളായിട്ട് വൈബ്രേഷൻ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ എൻജിൻ ഇരിക്കുന്നത് നമ്മൾ ഇരിക്കുന്നതിൽ തൊട്ട് താഴെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള ഭാഗത്തേക്കും അതുമല്ല വെയിറ്റ് കുറഞ്ഞ ഭാഗത്തേക്കും ഈ വൈബ്രേഷൻ ട്രാൻസ്ഫോം ആയി. അതായത് ഫ്രണ്ടിലാണ് കൂടുതലായിട്ട് വൈബ്രേഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഹാൻഡിൽ ബാറിൽ വൈബ്രേഷൻ വരുന്നത് കൂടുതലായിട്ട്. അപ്പോൾ പൊതുവെ ഹാൻഡിൽ ബാറിൻ്റെ ആ ഭാഗങ്ങളിൽ നമുക്ക് കുറച്ച് വെയിറ്റ് കുറയ്ക്കാതെ ഓവറായിട്ട് കൂട്ടരുത്. കുറച്ച് വെയിറ്റ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വൈബ്രേഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഉള്ള വെയിറ്റും കൂടെ റിമൂവ് ചെയ്താലുള്ള അവസ്ഥ നോക്കി. അതായത് ഇപ്പോൾ 2 മിററിന് ഏകദേശം ഒരു 1/2 കിലോയോളം വെയിറ്റ് ഉണ്ടാവും. 2 കൂടി 250-200 ഗ്രാം. ഈ 1/2 കിലോ വെയിറ്റ് റിമൂവ് ആകുമ്പോൾ അത്രയും കൂടി വൈബ്രേഷൻ അവിടെ കൂടുകയാണ്. അല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ ആ മിറർ അവിടെ വെച്ചുകൊണ്ട് സൈഡിലും മറ്റേ മിററും കൂടെ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 1/2 കിലോ എക്സ്ട്രാ ഇങ്ങോട്ട് കയറുകയും നമുക്ക് അത്രയും കൂടി വൈബ്രേഷൻ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെയുള്ളത് നമ്മൾ ഹാൻഡിൽ ബാറിൽ ചിലവരെ ഹാൻഡിൽ ബാർ മാറ്റാറുണ്ട്. പക്ഷെ ഹാൻഡിൽ ബാർ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. നോർമലി നമുക്ക് എൻഫീൽഡ് തന്നിരിക്കുന്ന ആ ഹാൻഡിൽ ബാർ തന്നെ വളരെ സുഖവും വളരെ ബലമുള്ള ഹാൻഡിൽ ബാറാണ്. അത് നമുക്കിപ്പോൾ ഹൈറ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് പൊക്കുകയോ കുറച്ച് താത്തുകയോ ഒക്കെ ചെയ്യാവുന്ന ടൈപ്പ് ഹാൻഡിൽ ബാറാണ്. അതായത് സൈഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹാൻഡിൽ ബാർ തന്നെയാണത്. ഇനി അടുത്തത് ചെയിനാണ്. നമ്മളാദ്യം ചെയിൻ ക്ലീൻ ചെയ്യുകയും ലൂബ് ചെയ്യുന്നത് ചെയിൻ്റെ ലൈഫിന് വേണ്ടിയല്ലേന്ന്. ശരിയാണ്, ചെയിൻ്റെ ലൈഫിന് വേണ്ടിയാണ്. നോർമലി 30,000-35,000 കിലോമീറ്ററോളം ചെയിൻ ലൈഫ് കിട്ടും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയാണ് നോർമലി ചെയ്യുന്നത്. ശരിയാണ്, ചെയിൻ ക്ലീൻ ചെയിൻ ലൂബ് ചെയ്യുന്നതിന് നമ്മൾ നോർമലി മാർക്കറ്റിൽ നിന്ന് ഏതെങ്കിലും നല്ലൊരു ക്ലീനറോ അല്ലെങ്കിൽ പിന്നെ ലൂബോ നമ്മൾ മേടിക്കാം. പക്ഷേ നമ്മൾ ചെയിനിൻ്റെ ലൈഫിന് വേണ്ടി ചെയിൻ ക്ലീനും ചെയിൻ ലൂബും ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് വേറൊരു ഗുണം കൂടെ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ബുള്ളറ്റിൻ്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ ചെയിൻ ക്ലീൻ ചെയ്യുന്ന ലൂബ് ചെയ്യുമ്പോൾ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെയിൻ ക്ലീൻ ലൂബ് ചെയ്യുമ്പോൾ ചെയിൻ വളരെ സ്മൂത്തായി ചെയിൻ സോക്കറ്റിൽ കൂടെ റണ്ണാകുന്നു. അങ്ങനെ നമ്മളിപ്പം കൃത്യമായ ഇടവേള ഗിയർ ഷിഫ്റ്റ് കൃത്യമായി നടത്തുമ്പോൾ ആ ഗിയർ ഷിഫ്റ്റിലൂടെ ഉണ്ടാകുന്ന സ്പീഡിനെ കൃത്യമായി ട്രാൻസ്ഫോം ചെയ്യുന്നതിന് ഈ ചെയിൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ചെയിൻ്റെ സ്മൂത്തായിട്ടുള്ള മൂവ്മെൻറ്റ് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയിന് ക്ലീൻ ചെയ്യുകയോ ലൂബ് ചെയ്യുക. അതായത് നോർമലി 500 കിലോമീറ്റേഴ്സ് കൂടുമ്പോഴാണ് ചെയിൻ ക്ലീൻ ലൂബ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ 1 to 3 സർവീസിൽ ഫ്രീ ആയിട്ട് നമുക്ക് സർവീസ് സെൻറ്ററിൽ നിന്ന് അത് ചെയ്തു തരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ സർവീസ് സെൻറ്ററിൽ നിന്ന് അത് ചെയ്യിപ്പിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നല്ല ചെയിൻ ലൂബും ചെയിൻ ക്ലീനറും നമുക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലൊരു ചെയിൻ ലൂബ് മാത്രമായിട്ട് മേടിക്കാവുന്നതാണ്. ലൂബ് ചെയ്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ചെയിൻ്റെ ലൈഫ് കൂടുകയും ചെയ്യും. നമുക്ക് വൈബ്രേഷൻ റിഡക്ഷന് ഇതൊരു ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് മാറുകയും ചെയ്യും. അടുത്തതായിട്ടുള്ള 2-3 കാര്യങ്ങൾ മെയിൻ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെറിയ തോതിൽ നമ്മുടെ വൈബ്രേഷൻ റിഡക്ഷൻ അത് ഹെൽപ്ഫുള്ളാകുന്നതാണ്. അതായത് നമ്മുടെ ഹാൻഡിൽ ബാറിലെ ലെതർ ടൈപ്പ് മെറ്റീരിയൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വൈബ്രേഷൻ റിഡക്ഷൻ ആകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് വൈബ്രേഷൻ കുറച്ച് റിഡക്ഷൻ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഞാൻ വിത്തൗട്ട്, അതായത് ലെതറില്ലാതെ ഞാൻ ഫസ്റ്റ് ടൈമിലാണെങ്കിൽ നമ്മുടെ ഹാൻഡിൽ ബാർ ചെറിയൊരു വൈബ്രേഷൻ, അതായത് ഒരു സൗണ്ട് കേൾക്കുമായിരുന്നു. അത് ചുറ്റിയതിന് ശേഷം ഇപ്പോൾ അങ്ങനെ സൗണ്ട് കേൾക്കുന്നില്ല. പിന്നെ വണ്ടിക്ക് വേറൊരു ക്ലാസ് ലുക്കും കൂടെ കിട്ടുന്നതാണ്. നമുക്കിപ്പോൾ പല ടൈപ്പിലുള്ള എന്തെങ്കിലും മേടിക്കാൻ പറ്റും. പിന്നെ നോർമലി ഇതിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. അതായത് 2 ഇതിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം 1000 രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ നിർബന്ധമുള്ളൊരു കാര്യമല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മാത്രം മതി. കാരണം ഇതൊരു ചെറിയ ഫാക്ടറാണ്. പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യുക. അതായത് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വൈബ്രേഷൻ കുറവേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇതൊക്കെ ചെറിയ ഫാക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫാക്ടറായ ടയർ പ്രഷർ ചെക്ക് ചെയ്യൽ, ഗിയർ ഷിഫ്റ്റിങ്, പിന്നെ നമ്മുടെ ചെയിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതൊക്കെ കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുകയും കൃത്യമായും ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ ലൈഫ് കൂട്ടാനും മൈലേജ് കൂട്ടാനും വൈബ്രേഷൻ കുറയ്ക്കാനും മൊത്തത്തിൽ നല്ല ലുക്കിലും കംഫർട്ടിലും വണ്ടിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. താങ്ക് യു ഗൈസ്.